ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതായത് ചെമ്മീൻ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാനിന്നിവിടെ ഈ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 500 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ നമുക്ക് ആദ്യം തൊണ്ടും ഞരമ്പൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയായി കഴുകി മാറ്റി വെക്കണം. അപ്പോൾ ചെമ്മീനെ എങ്ങനെ വൃത്തിയാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ചെമ്മീനിപ്പോൾ ഇവിടെ തൊണ്ടും ഞരമ്പൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വൃത്തിയായി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറഞ്ഞ അളവിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ 1/2 ടീസ്പൂൺ മാത്രം എടുത്തിട്ടുള്ളൂ. ഇതിൽ കുറഞ്ഞ അളവിൽ മാത്രം മസാലപ്പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ട് ഗ്രേവി തയ്യാറാക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് എരിവ് ചേർക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ചെമ്മീനിൽ ഓവർ എരിവിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സാക്കി വെക്കാം. അപ്പോൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്ക് ഇപ്പോൾ 1-2 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ 1-2 മണിക്കൂറിന് ശേഷം മാത്രം നമ്മൾ ഇതിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ. ഏകദേശം നമ്മളിപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി, ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തൊലി കളഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം കുറച്ച് ചുവന്ന മുളകാണ്, ഉണക്കമുളകില്ലേ. അപ്പോൾ ഉണക്കമുളക് ഞാനിപ്പോൾ ഇവിടെ കൈകൊണ്ട് ഒരു പിടി ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പിടി ഉണക്കമുളകും എടുക്കാം. ഇനി നമ്മൾ ഒരു പാനിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് വിനെഗർ ആവശ്യമുണ്ട്. അപ്പോൾ വിനെഗർ ഞാനിവിടെ ഒരു 1/4 കപ്പ് വിനെഗറും കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളവും വിനെഗറും ഒരുമിച്ചിട്ടിട്ട് ഞാനിവിടെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വിനെഗർ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളയ്ക്കാൻ വെക്കുന്നതോട് കൂടി തന്നെ നമുക്ക് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളം വിനെഗറും ഒന്ന് തിളച്ച് വരുമ്പോൾ മാത്രം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇപ്പോൾ വലിയ പീസോട് കൂടിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അല്ലാണ്ട് ചെറിയ പീസൊന്നും ആക്കിയിട്ടില്ല. അതേപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മളിവിടെ മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളുടെ ഉണക്കമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. 2-3 മിനിറ്റ് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. നല്ലപോലെ തിളച്ചാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ ചെമ്മീനും ഇപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ചെമ്മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ അച്ചാറിലൊക്കെ നല്ലെണ്ണ ഉപയോഗിച്ചാലാണ് കൂടുതൽ കേടുകൂടാതിരിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ പൊരിക്കാൻ വേണ്ടിയിട്ടും നല്ലെണ്ണ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അധികം നല്ലെണ്ണ എടുക്കുന്നില്ല, അതായത് വളരെ കുറഞ്ഞ അളവിലുള്ള എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ പൊരിച്ചെടുക്കുന്നത്. കാരണം നമ്മൾ ഈ എണ്ണ പിന്നീട് ഊറ്റിക്കളയുന്നില്ല. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ എണ്ണ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇനി ചെമ്മീൻ അധികം വേവില്ലാത്ത ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ചെമ്മീൻ ഓവർ കുക്കായി കഴിഞ്ഞാൽ റബ്ബർ പോലെയാവും. അപ്പോൾ ചെമ്മീൻ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ള ടൈമിൽ വേണം നിങ്ങളിത് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു ഹാഫ് കുക്കായാൽ മതി. ഹാഫ് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ ചെമ്മീൻ ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു വെള്ളം ഊറി വരും. ആ വെള്ളം വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്കിപ്പോൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന വിനെഗറും മുളകും വെള്ളമൊക്കെ കൂടി തിളപ്പിച്ച് വെച്ചേക്കുന്നത് അടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ നമ്മൾ ഇപ്പം തന്നെ ഫുള്ളി കുക്കാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി അരപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ വീണ്ടും തിളപ്പിച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ ഓവർ കുക്കാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ഹാഫ് കുക്കാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ അരച്ച് വെച്ചേക്കുന്ന ഒരു അരപ്പും കൂടി നമുക്കിവിടെ ഹാഫ് കുക്കാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അതായത് നമ്മളിപ്പോൾ ഇവിടെ വിനെഗറും വെള്ളം, മുളക്, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ കൂടി അരച്ച പേസ്റ്റും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെമ്മീൻ ഇവിടെ ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. 1-2 മിനിറ്റ് തിളച്ച് വരുമ്പോൾ നമ്മുടെ ചെമ്മീനും ഇവിടെ ആവശ്യത്തിന് വെന്ത് കിട്ടും. അതേപോലെ തന്നെ ഗ്രേവിയും നമുക്ക് നല്ല പോലെ ഒന്ന് കുറുകി കിട്ടും. ഇനി നമ്മൾക്ക് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ചെമ്മീനിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1/2 ടീസ്പൂൺ കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഫൈനലായിട്ട്. ഇനി ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ അച്ചാറിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പുളി വേണമെന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ പുളി പിഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പുളിയുടെ പേസ്റ്റോ ചേർക്കാം. ഞാനിവിടെ വിനെഗറിൻ്റെ ഒരു പുളി മാത്രം ആവശ്യമുള്ളത് കൊണ്ട് പിന്നീട് ഞാനിവിടെ പുളിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും